വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചൈൽഡ് വ്ളോഗർ. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബാക്ക് ടു സ്കൂൾ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. മുമ്പത്തെ പ്രാവശ്യം ഞാൻ 6th ബാക്ക് ടു സ്കൂൾ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടായിരുന്നു വന്നത്. ഈ പ്രാവശ്യം ഞാൻ 7th പോവുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ബാക്ക് ടു സ്കൂൾ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ. അപ്പോൾ ഗൈസ് നമ്മളെ ഫസ്റ്റത്തെ സാധനം എന്ന് പറയുന്നത് എന്തായാലും ബുക്സ് ആയിരിക്കുമല്ലോ. ബുക്സിൻ്റെ ലിസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല, എന്നാലും ഞങ്ങൾക്ക് അറിയുന്ന പോലെ ബുക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ക്യാമലിൻ്റെ ഒരു 12 നോട്ട് ബുക്സ് വരുന്ന ഒരു സെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഈ ഒരു സെറ്റിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 300 rupees ആണ്. 12 നോട്ട് ബുക്സ് ആണ് ഇതിൽ വരുന്നത്, 300 rupees. അപ്പോൾ ഗൈസ് പിന്നെയും വരുന്നത് ബുക്സ് തന്നെയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു ബുക്കാണ്, ഡോംസിൻ്റെ ബുക്കാണ്. ഇതൊരു വലിയ ലാർജ് സൈസിലെ ബുക്കാണ് ഗൈസ്. ഇത് റഫിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് ഗൈസ് ഞാൻ. ഇത് അടിപൊളി ബുക്കാണ് ഗൈസ്. ബാക്കിൽ ടൈം ടേബിൾ എഴുതാൻ വേണ്ടി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കോൺസെപ്റ്റ്, കൊള്ളാം. ഈ ഡോംസിൻ്റെ ഈ ഒരു ലാർജ് ബുക്കിന് 85 രൂപ, 85 rupees ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് മാത്സിൻ്റെ ഒരു നോട്ട് ബുക്കാണ്. വരയില്ലാത്ത നോട്ട് ബുക്കാണ്, ക്ലാസ്മേറ്റിൻ്റെ. ഓക്കെ ഗൈസ്, ഇതാണ് ബുക്ക് എന്ന് പറയുന്നത്. ഇതിന് 60 രൂപയാണ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ബുക്സ് മാത്രം വാങ്ങിച്ചാൽ മതിയോ, അതിന് ബൈൻഡും കൂടെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി 2 ബൈൻഡും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ഒരു പീച്ച് സ്കിൻ കളർ ബൈൻഡും ഇത് പിങ്ക് കളർ ബൈൻഡുമാണ്. ഇത് നോട്ട്സിനിടാൻ വേണ്ടിയിട്ട്, ഇത് ടെക്സ്റ്റിനിടാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് അടുത്തതായിട്ട് വരുന്നത് ഇങ്ക് പെൻസാണ്. കാരണം ഞാൻ പറയാം, നമ്മുടെ സ്കൂൾ ഒരു പ്ലാസ്റ്റിക് ഫ്രീ സ്കൂളാണ്. അപ്പോൾ ബോൾ പെൻസ് യൂസ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഇങ്ക് പെൻസാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ്, നല്ല ക്യൂട്ട് കവായി ആയിട്ടുള്ള നല്ല യൂണിക്കോൺസ്, പിന്നെ ഈ ഗ്ലിറ്റർ സംഭവങ്ങളൊക്കെയുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഇങ്ക് പെൻസാണ്. ഇതൊരു സെറ്റാണ് ഗൈസ്. അപ്പോൾ അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ഇത് തുറന്ന് കാണിച്ചു തരാം. ഇത് അടിപൊളിയാണ്. ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പ്രിൻ്റഡ് ഒക്കെ ഉണ്ട്, ബട്ട് ഇത്രയും ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റഡ് ഇതുവരെ ഇറങ്ങിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇത്ര അടിപൊളി ക്യൂട്ട് സാധനങ്ങൾ ഞാൻ കണ്ടു. വാങ്ങാതിരിക്കുമോ, വാങ്ങിച്ചു ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് സംഭവം. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം ഗൈസ്. പെന്നു ഗൈസ്. അപ്പോൾ ആദ്യം ഞാൻ പെന്ന് കാണിക്കാം ഗൈസ്. ഇതൊരു പിങ്ക് ബ്ലൂ ഒക്കെ വരുന്നൊരു പെന്നാണ്. ഭയങ്കര ക്യൂട്ടാണ് ഗൈസ്. ഇത് കണ്ടോ, ഇങ്ക് പെന്നാണ് കേട്ടോ, പറയാൻ മറന്നു പോയിട്ടുണ്ട്. ഇവിടാണ് കാട്രിഡ്ജ് നിറയ്ക്കേണ്ടത്. ഇതിനകത്ത് ഇവരെ നൈറ്റ് പിങ്ക് കാട്രിഡ്ജ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് തീരുവാണെങ്കിൽ നമുക്ക് നോർമൽ കാട്രിഡ്ജ് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇങ്ക് പെൻ ഗൈസ്. സെക്കൻഡ് ആയിട്ട് വരുന്നത് ഒരു ലാവൻഡർ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് കളറാണ് ഗൈസ്, ലാവൻഡറും പർപ്പിളും ഒക്കെ. അപ്പോൾ അങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള സെക്കൻഡ് ഇങ്ക് പെന്നാണ് ഗൈസ് ഇത്. അതുപോലെ തന്നെ ഇതിലിങ്ങനെ തുറക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ട്. ഇവിടെ കാട്രിഡ്ജ് നിറച്ചിട്ടാണ് വെക്കേണ്ടത്. എന്നിട്ട് ക്ലോസ് ചെയ്യുക, എന്നിട്ട് അടയ്ക്കുക ഗൈസ്. ഇതിലും നല്ല ക്യൂട്ട് ഗ്ലിറ്ററി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. 2 എണ്ണത്തിലുണ്ട് ഗ്ലിറ്റർ. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ 2 ക്യൂട്ട് ഇങ്ക് പെൻസ്. അപ്പം നമുക്ക് ഇതിൻ്റെ കാട്രിഡ്ജ് കാണാം ഗൈസ്. ഇതാണ് നമ്മുടെ ക്യൂട്ട് കാട്രിഡ്ജ്. ഇതൊരു പിങ്ക് കാട്രിഡ്ജ് ആണ് ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ, അടിപൊളി കാട്രിഡ്ജ് ആണ് ഗൈസ്. പിന്നെ ഇതിൻ്റെയൊക്കെ വരുന്നൊരു ബുക്ക് മാർക്ക് ഉണ്ട് ഗൈസ്. ബുക്ക് മാർക്ക് വിത്ത് ഒരു ചെയിൻ ഉണ്ട്. ഇത് ബുക്ക് മാർക്കിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. ഒരു ചെയിൻ ഉണ്ട്, നല്ല ക്യൂട്ട് ചെയിൻ വിത്ത് ബുക്ക് മാർക്കാണ് ഗൈസ് വരുന്നത്. അടിപൊളിയാണ് ഗൈസ്, സൂപ്പർ ഗൈസ്. നിങ്ങൾക്ക് ഈ ഞാൻ കാണിക്കുന്ന സംഭവങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാം. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നമ്മളെ ഫയലാണ്. ഞാൻ പറഞ്ഞല്ലോ ലാവൻഡർ എൻ്റെ ഫേവറേറ്റ് ആണ്, അതുകൊണ്ട് നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള ഫയൽസ് പുതിയതായിട്ട് അവർ ഇറക്കിയായിരുന്നു. പിന്നെ പ്രിൻ്റഡ് ആയിട്ടുള്ള
ഫയൽസ് ഇറക്കിയായിരുന്നു. ബട്ട് എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഫേവറേറ്റ് ലാവൻഡർ ആണ്, ഭയങ്കര ബേസ്റ്റിലാണ് ഇത്. അതുകൊണ്ട് ഞാൻ ഇത് തന്നെ എടുത്തിട്ടുണ്ട് ഗൈസ്. അടിപൊളിയായിട്ടുള്ള ലാവൻഡർ ഫയലാണ്. അടുത്തതെന്ന് പറയുന്നത് ഗൈസ് നമ്മളെ പെൻസിൽ ബോക്സ് ആണ് ഗൈസ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പെൻസിൽ ബോക്സ് ആണ്, ഹൈ സെക്യൂരിറ്റിയോടുള്ള പെൻസിൽ ബോക്സ് ആണ് ഗൈസ്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ 3 ബട്ടൺസ് കാണുന്നുണ്ട്. ഇത് സെക്യൂരിറ്റി സംഭവമല്ല, ഞാൻ കാണിച്ചു തരാം. ഈ ഫസ്റ്റ് ബട്ടൺ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു ചെറിയ അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിങ്ങനെ പുറത്ത് ചാടുന്നു. ഇത് നമ്മൾ ഇറേസറോ ഷാർപ്നറോ എന്തെങ്കിലും വയ്ക്കാം. എനിക്ക് കാട്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് ഗൈസ്. ഇത്ര കുറച്ച് ഉള്ളിലോട്ട് സ്പേസ് ഉണ്ട്. കൈയെടുക്കാൻ പറ്റുന്നുണ്ടായിട്ടാണ് നമ്മൾ ഇങ്ങനെ അടയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് ഇത് തുറക്കണമെങ്കിൽ നമ്മൾ ഈ ഡോർ തുറക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തുറക്കാനേ പറ്റൂ. അല്ലാതെ തുറക്കാൻ നോക്കിയാൽ ആവില്ല. ഈ ബട്ടൺ ഞെക്കിയാലേ തുറക്കാൻ പറ്റൂ. അതാണ് സെക്യൂരിറ്റി സിസ്റ്റം. അടുത്ത ഒരു ബട്ടൺ ഉണ്ട്, അത് ബാക്കിലത്തെ സാധനം തുറക്കാൻ പറ്റുന്നതാണ്. ഞാൻ തുറക്കാൻ പറ്റുന്നത് ഒരു സംവിധാനം ഉണ്ട്. അപ്പം നെക്സ്റ്റ് സെക്കൻഡ് ബട്ടൺ എന്ന് പറയുന്നത് നമുക്കിത് തുറക്കണം, എന്നാലേ അത് കാണാൻ സാധിക്കൂ. സെക്കൻഡ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇത് പൊന്തി വരും, അതാണ് സെക്കൻഡ് ബട്ടൺ. അല്ലാതെ നമുക്ക് പൊന്തിക്കാൻ നോക്കിയാൽ പൊന്തൂല. ഓക്കെ, പിന്നെ എന്ന് പറയുകയാണെങ്കിൽ തേർഡ് ബട്ടൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഷാർപ്നറിൻ്റെ ഒരു പാർട്ട് കണ്ടു, അത് ചാടുന്നതാണ്. ഭയങ്കര ശക്തിയിലാണ് ചാടുന്നത്. ഇതും ഭയങ്കര ശക്തിയിലാണ് ചാടുന്നത്. ഇത് മാത്രം സ്ലോ മോഷനാണ് ചാടുന്നതേ അറിയൂല. അതൊക്കെ നല്ല ശാന്ത സ്വഭാവമുള്ള സാധനമാണ് ഇത്. അപ്പോൾ ഇത് 3 ഈ ബട്ടൺസിലൂടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഹൈ സെക്യൂരിറ്റിയുള്ള നല്ല ഇതുണ്ട്, നല്ല വിത്തുണ്ട് ഈ സാധനത്തിന്. നല്ല ഇറക്കമുണ്ട്, നല്ല വിത്തുണ്ട്. അതുകൊണ്ട് നല്ലോണം സാധനങ്ങൾ വെക്കാൻ സാധിക്കും ബസ്സിൽ. അടിപൊളി ഗൈസ്. നെക്സ്റ്റ് സാധനങ്ങൾ ഞാൻ ഒറ്റയടിക്ക് 3 സാധനങ്ങളും കാണിച്ചു തരാം. ഫസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ചെറിയ ചെറിയ സാധനങ്ങളാണ്. ഷാർപ്നറാണ്, അഫ്കോഴ്സ് ലാവൻഡർ കളറ് ഷാർപ്നറാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി, ഭയങ്കര ക്രേസ് തോന്നിപ്പിക്കും യൂസിങ്. നമ്മൾ വിചാരിക്കൂല ഇത് ഇറേസറാണ്. കുറച്ച് ക്ലിയർ ആണ്, കുറച്ച് ഫ്ലൂറസെൻറ്റ് കളറാണ്, ക്ലിയറുമാണ്. ഇത് ഇറേസറിനൊക്കെ തോന്നും, ബട്ട് ഇത് ഇറേസറിന് തോന്നില്ല. ഞാൻ ഇതൊരു ട്രൈ ചെയ്ത് നോക്കണം മിസ്. അപ്പോൾ അടുത്ത 3ാമത്തെ സാധനം എന്ന് പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് പെൻസിലിൻ്റെ സെറ്റാണ്. ഡോംസിൻ്റെ നിയോൺ പെൻസിൽ സെറ്റാണ്. ഇത് ഒരെണ്ണം കൂടെ വാങ്ങണം, ഇതൊന്നും തികയല്ല മിസ്, ഒരെണ്ണം കൂടി വാങ്ങണം. 2ാമത്തെ വട്ടം ഒന്നും കൂടി മൗലവിയിൽ പോകുന്നുണ്ട്, അപ്പോൾ ബാക്കി സാധനങ്ങൾ വാങ്ങും. അതാണ് 2 ഡേയിലായിരിക്കും ഞാൻ വീഡിയോ കാണിക്കുക. ഈ വീഡിയോയിൽ 2 ഡേൻ്റെ വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഒരു പെൻസിലിൻ്റെ സെറ്റും കൂടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ക് പെന്നിൻ്റെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും അടിപൊളി സെറ്റിന് വെറും 180 രൂപയെ വരുന്നുള്ളൂ. 180 റുപ്പീസാണ് ഗൈസ്. അപ്പോൾ അടുത്തതായിട്ട് വരാൻ പോകുന്ന എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ഭയങ്കര എക്സ്പെൻസീവും കൂടെയാണ് ഗൈസ് ഈ ഐറ്റം. ആർ യു വെയിറ്റിംഗ് ഫോർ ദാറ്റ്? ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ എടുക്കുകയാണ് ഗൈസ്. നമ്മുടെ സാധനം നമ്മുടെ താരമാണ് ഗൈസ്. ഇത് നമ്മുടെ സ്വന്തം താരമാണ്. നമ്മുടെ ലഞ്ച് ബോക്സ് ആണ് ഗൈസ്. ഇത് എക്സ്പെൻസീവ് എന്ന് ചോദിക്കുവാണെങ്കിൽ 780 രൂപ, 780 റുപ്പീസാണ് ഗൈസ് ഇതിന് വരുന്നത്. അടിപൊളി പിങ്ക് കളറാണ് ഗൈസ് ലഞ്ച് ബോക്സ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. സോറി ഗൈസ്, ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് വരുന്നുണ്ടായിരുന്നത് ഫാനിൻ്റെയാണ് ഗൈസ്. അപ്പം നമുക്ക് ഇത് അൺബോക്സ് ചെയ്താലോ? ഗൈസ്, ഇതാണ് നമ്മുടെ ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത്. ഭയങ്കര ക്യൂട്ടാണ്. ഇവിടെ ഭയങ്കര പ്രിൻസ് ഒക്കെ വരുന്നുണ്ട് ഗൈസ്. കുറച്ച് കോഡ്സും എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ കുറച്ച് പ്രിൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അടിപൊളി ബോക്സാണ്. 780ക്ക് വെർത്താണെന്ന് ചോദിച്ചാൽ നല്ല ക്വാളിറ്റി, അടിപൊളി ക്വാളിറ്റിയാണ് ഗൈസ്.
ഇതിന് 6 ക്ലിപ്സ് ആണ് വരുന്നത്. നല്ല സെക്യൂർഡ് ആയിട്ടാണ് വരുന്നത്, നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടപ്പ് വരുന്നത്. ഇതിനകത്തൊരു കുഞ്ഞി ടിന്ന് വരുന്നുണ്ട്, നമുക്ക് കറിയോ എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് നമ്മൾ ഒരു സ്റ്റീലാണോ അലൂമിനിയം ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതാണ് നമ്മുടെ സാധനം. ഇതിൻ്റെ അടിയിൽ വരുന്നത് ഇത് എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയി കിട്ടിയ സാധനമാണ്. വേറൊരു ലഞ്ച് ബോക്സ് അവിടെ കണ്ടതിനകത്ത് ചോപ്സ്റ്റിക് കണ്ടു, ഞാൻ ഞെട്ടി. പിന്നെ ഇതിനകത്തും അവരുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത്. ഇതിനകത്തുണ്ട്, ഞാൻ വിചാരിച്ചതല്ല. സ്വന്തമായിട്ട് ഒരു ചോപ്സ്റ്റിക് വേണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു ഗൈസ്. സ്റ്റീല് അലൂമിനിയം ആണോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും എനിക്ക് സ്വന്തമായിട്ട് ഒരു ചോപ്സ്റ്റിക് കിട്ടി ഗൈസ്. അതിൻ്റെ സന്തോഷത്തിലാണ് ഗൈസ്. പിന്നെ ഒരു ക്യൂട്ട് സ്പൂണുണ്ട്. എൻ്റെ ഒരു സ്മൈലി ഒക്കെ ഉണ്ട്. സ്മൈലി സാഡായി പോട്ടി ഒരു ചിരിക്കുന്നൊരു സ്മൈലി ഉണ്ട് ഗൈസ്. ഇതിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്, ഞാൻ അത് മുമ്പേ പുറത്തെടുത്തതായിരുന്നു ഗൈസ്. അപ്പോൾ ഇവിടെ സ്പൂണ് വെക്കണം, പിന്നെ ചോപ്സ്റ്റിക്ക് വെക്കണം. സ്പൂൺ വയ്ക്കാൻ, ചോപ്സ്റ്റിക്ക് വെക്കാം. സ്പൂണും ചോപ്സ്റ്റിക്കും ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാം ഗൈസ്. ഇനി നമുക്ക് ഈ സംഭവം വെക്കാം. പിന്നെ നമ്മുടെ മിനി ടിന്ന് വെക്കാം. ഇവിടെയാണ് ചോറ് വയ്ക്കുന്നത്, ഇവിടെ കറികൾ വയ്ക്കുന്ന സംഭവമാണ്. ഈ ടിന്നിലും കറികൾ വെക്കാം. ഇങ്ങനെ. അപ്പോൾ ഇത് ക്ലിപ്പ് ചെയ്യാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ലഞ്ച് ബോക്സ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണിത്. സൂപ്പർ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. ഓക്കെ. ഗൈസ്, ഞാൻ സെക്കൻഡ് ഷോപ്പിങ്ങും കഴിഞ്ഞിട്ടാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ സെക്കൻഡ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് എന്തൊക്കെ വാങ്ങിച്ചെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുകയാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മുമ്പത്തെ പ്രാവശ്യം വാങ്ങിച്ച ബയൻഡിന് സെയിം കളർ തന്നെ ഞാൻ രണ്ടാമതൊരെണ്ണം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ചത് ഈ ഒരു വൈറ്റ് ബയൻഡാണ്. മറ്റൊരു സ്കിന്ന് പീച്ച് കളർ ബയൻഡില്ലേ, അത് ഞാൻ ഓൾറെഡി ബയൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തീർന്നു. അപ്പോൾ രണ്ടാമത് വാങ്ങാൻ പോയപ്പോൾ അത് ഉണ്ടായിട്ട് അത് ലൂസായിട്ടുണ്ടായിരുന്നില്ല, അത് കുറച്ച് പാക്കായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കിട്ടിയില്ല, ലൂസായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വൈറ്റ് വാങ്ങിച്ചു. പിന്നെ അടിപൊളി ഒരു കുട വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. കുട വാങ്ങണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര വിലക്കുറവുള്ളൊരു സ്ഥലത്തു നിന്നാണ് ഗൈസ്. ഞാൻ ഇത്ര വിലക്കുറവിൽ വാങ്ങിച്ച കട ഏതെന്ന് പറഞ്ഞാൽ പോലീസ് ക്ലബിൻ്റെ സഹകരണ സംഘം കൂടി ഉണ്ടാക്കുന്ന ഒരു കടയാണ്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. സ്കൂൾ എന്തോ ആണ് അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. അവിടെ നിന്ന് ഭയങ്കര വിലക്കുറവിലാണ് ഗൈസ്. ഈ ബയൻഡ് അവിടെ നിന്നാണ് വാങ്ങിച്ചത്. രണ്ടാമത് വാങ്ങിച്ച ബയൻഡില്ലേ, ഈ ഒരു പിങ്ക്, ഇത് അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ പറയാം അവിടെ നിന്ന് ഏതൊക്കെയാണ് വാങ്ങിച്ചത്. വളരെ വിലക്കുറവിലാണ് അവിടെ കിട്ടുന്നത്. ഇതിന് വെറും കുറച്ച് പൈസയേ ഉള്ളൂ ഗൈസ്. 45 രൂപയേ ഉള്ളൂ ഗൈസ്. അവിടെ നിന്ന് മൗലവിയിൽ നിന്ന് വാങ്ങിച്ചതിന് 60 രൂപയാണ് ഗൈസ് ആയത്. അവിടെ നിന്ന് ഭയങ്കര വിലക്കുറവിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു അടിപൊളി വലിയ കുടയാണ് കേട്ടോ. ബാഗിലൊക്കെ എൻ്റെ ബാഗും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഈ കുടയ്ക്ക് വരുന്ന പ്രൈസ് 389 അത് അവരെ പ്രൈസാണ് ഗൈസ്. അടിപൊളി ഒരു ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ കുടയാണ്. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഈ കുട തുറന്ന് കാണിച്ചു തരാം. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചത് കണ്ണൂരിലെ പെറ്റ് സ്റ്റേഷൻ എന്നാണ് ഗൈസ് വാങ്ങിച്ചത്. ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരു കടയുണ്ട്, അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഭയങ്കര ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഗൈസ്. നല്ലൊരു സക്കുറ, അതായത് ചെറി ബ്ലോസത്തിൻ്റെ ഒരു കീ ചെയിനാണ് ഗൈസ്. അടിപൊളി കീ ചെയിനാണ് ഗൈസ്. ഈ കീ ചെയിന് വരുന്ന പ്രൈസ് 140 രൂപയാണ് ഗൈസ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ സഹകരണ സംഘ മറ്റേ കടയില്ലേ പോലീസ് ക്ലബിൻ്റെ ഭാഗമായിട്ടുള്ള അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു ജോമെട്രിക്കൽ ബോക്സ്. ഇതിന് അതേ എല്ലായിടത്തും ഉള്ള ഒരേ പ്രൈസാണെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും ഇതിന് 100 രൂപയാണ്. നല്ല ക്വാളിറ്റിയുള്ള ഡോംസിൻ്റെ
ജിയോട്രോൺ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ് ജോമെട്രിക്കൽ ബോക്സ്. അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ തുറന്ന് കാണിക്കണം, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പിന്നെ ഈ ഒരു പുള്ളപ്പ് ഇറേസറാണ് ഗൈസ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് മൗലവിയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇങ്ങനെ പുൾ ചെയ്യണം ഗൈസ്. അഫ്കോഴ്സ് ഞാൻ ലാവൻഡറാണ് വാങ്ങിച്ചത്. ഇന്ന് ഞാൻ ഫുള്ളി ഒരു ലാവൻഡറാണ് ഗൈസ്. അടിപൊളിയാണ് ഗൈസ്, നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. ഇതിൻ്റെ ബാക്കിലുണ്ട് മറ്റേ ഗ്ലിറ്റർ ഈ സംഭവം. കൊള്ളാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലാവൻഡർ തന്നെയാണ്. ഒരു അടിപൊളി സ്കെയിലാണ് ഗൈസ് ഇത്. ഈ സ്കെയിലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 90 രൂപയാണ്. ബട്ട് എനിക്കിത് 5 രൂപ കുറച്ചിട്ടാണ് അവർ തന്നത്. ഇത് മൗലവിയിൽ നിന്ന് ഈ പ്രാവശ്യം പോയപ്പോൾ വാങ്ങിച്ചതിനൊക്കെ ചിലതിനൊക്കെ പൈസ കുറച്ച് അവർ തന്നിട്ടാണ്. 5 രൂപ കുറച്ചിട്ടാണ് ചിലതിനൊക്കെ എനിക്ക് തന്നിട്ടുള്ളത്. എന്ത് സംഭവം അറിയില്ല, എന്തായാലും അങ്ങനെയാണ് തന്നിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ഇതിന് 90 രൂപയാണ്. 90 റുപ്പീസാണ് ഗൈസ് ഇതിന്. ഇതിനകത്ത് 2 ഗെയിം കളിക്കുന്ന സംഭവമുണ്ട്. ഞാൻ സ്കെയിൽ വാങ്ങണ്ടെന്ന് വിചാരിച്ചതാണ്, അതുപോലെ തന്നെ കുടയും വാങ്ങണ്ടെന്ന് വിചാരിച്ചതാണ്. ബട്ട് അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു കുട വാങ്ങണമെന്ന്, അപ്പോഴാണ് വാങ്ങിച്ചത്. പിന്നെ സ്കെയിൽ വാങ്ങണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി സ്കെയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇത് ഇങ്ങനെ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ മറ്റേ അത് ഓടിക്കുന്ന സംഭവം, ഇവിടെ ഇങ്ങനെ ഞെക്കിയാലാണ് ഇതിനകത്ത് എയർ ഇത് പൊന്തി ഇങ്ങനെ ഈ ബോൾസിനെ ഇങ്ങനെ പൊന്തിക്കുന്നത് കേട്ടോ. അടിപൊളി സ്കെയിലാണ്, നല്ല രസമുണ്ട് ഗൈസ്. ഗൈസ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തതാണ് സ്കെയില്. അപ്പോൾ സ്കെയിലിന് ഇത് വാങ്ങിച്ചത് മൗലവിയിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, അടിപൊളി സ്കെയിലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്കെയിൽ വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. ഞാൻ ഇവിടെയുള്ള സ്കെയിലിനെ പെയിൻറ്റ് അടിച്ച്, എനിക്ക് പെയിൻറ്റ് അടിച്ചിട്ട് ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടും ഇല്ലായിരുന്നു. പിന്നെ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അപ്പോൾ അത് വാങ്ങിച്ചു ഗൈസ്. അപ്പോൾ അതാണ്. പിന്നെ ഞാൻ പോലീസ് ക്ലബിൻ്റെ അവിടെ നിന്ന് തന്നെ ഒരു 3 ചെറിയ നോട്ട് ബുക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 4 ലൈൻ നോട്ട് ബുക്ക്, കോപ്പി ബുക്കാണ്, സോറി 2 ലൈൻ കോപ്പി ബുക്ക്, 3 ലൈൻ കോപ്പി ബുക്ക്. അപ്പം ഇതൊക്കെയാണ് വാങ്ങിച്ചത്. ഇനി ലാസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ബാഗാണ്. പിന്നെ ഞാൻ അതിന് മുമ്പ് ഞാൻ ബൈൻഡ് ചെയ്തതും കൂടെ കാണിച്ചു തരാം. ഞാൻ സ്വന്തമായിട്ട് ബൈൻഡ് ചെയ്തതാണ്. മറ്റേ പീച്ച് സ്കിൻ കളർ പോലത്തെ ബൈൻഡിലാണ്. അത് തീർന്നപ്പോഴാണ് ഞാൻ ഈ വൈറ്റ് വാങ്ങിച്ചത്. അതൊരു ക്ലിയർ ആണ്, വൈറ്റ് അല്ല, കാണുമ്പോൾ വൈറ്റാണ്, ബട്ട് അതൊരു ക്ലിയർ സംഭവമാണ്. ഇതെല്ലാം ഒരു ക്ലിയറാണ്. ഞാനങ്ങനെ 6-7 നോട്ട്ബുക്ക് ബൈൻഡ് ചെയ്തു. ഒന്ന് എനിക്ക് പള്ളിയിൽ കാറ്റക്കിസത്തിന് കൊണ്ടുപോകാനുള്ളതാണ്, അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 6 സ്കൂളിലേക്ക് കൊണ്ടുപോകാനും കൂടി. പിന്നെ ഞാൻ മാത്സ് നോട്ട്ബുക്ക് കവർ ചെയ്തിട്ടില്ല, അതൊന്ന് ചെയ്യണം. അതിന് മുമ്പ് അത് തീർന്നു പോയി. ഓക്കെ ഗൈസ്, പിന്നെ ഈ റഫ് ബുക്കും കൂടെ കവർ ചെയ്യണം. അത് ഈ വൈറ്റിൽ തന്നെ കവർ ചെയ്യാം. മാത്സും റഫ് ബുക്കും ഈ വൈറ്റിൽ തന്നെ കവർ ചെയ്യാം. പിന്നെ അങ്ങനെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാൻ 6, പള്ളിയിൽ കൊണ്ടുപോകാൻ 1 എവിടെയോ ഉണ്ട്. അപ്പോൾ ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാൻ ബൈൻഡ് ചെയ്ത 6 ഞാൻ സ്വന്തമായിട്ട് ബൈൻഡ് ചെയ്തതാണ് ഗീസ്. ഭയങ്കര കഷ്ടപ്പെട്ട് ബൈൻഡ് ചെയ്തതാണ് ഗീസ്. കമൻറ്റും ചെയ്യണേ ഇഷ്ടപ്പെട്ടെങ്കിൽ. അടിപൊളി ബൈൻഡിങ് ആണെന്നാണ് തോന്നുന്നത്. എൻ്റെ ബാഗ് കാണുന്നതിന് മുമ്പേ നിങ്ങൾ എന്തായാലും ഷുവറായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ ബാഗ് കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യണം ഗൈസ്. ലൈക്ക് ചെയ്താലേ നിങ്ങൾക്ക് എൻ്റെ ബാഗ് കാണാൻ ഞാൻ സമ്മതിക്കുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പോയി ലൈക്ക് ചെയ്തോളൂ ഗൈസ്. പിന്നെ ഒരു സാധനം കൂടിയുണ്ട് ഗൈസ്, ഫാബർ കാസ്റ്റിൻ്റെ ഒരു ഡ്രോയിങ് ബുക്ക് കൂടിയുണ്ട് ഗൈസ്. അടിപൊളി ഒരു ഡ്രോയിങ് ബുക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പോലീസ് ക്ലബിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. 50 റുപ്പീസ്, എല്ലായിടത്തും 50 റുപ്പീസ് തന്നെയാണെന്ന് തോന്നുന്നു. അടിപൊളി ബുക്കാണ്. ഇതിൻ്റെ ബാക്കിൽ DIY ബുക്ക് മാർക്സും പിന്നെ എന്തോ ഡ്രോ യുവർ ഫേവറേറ്റ് ഗെയിം വിത്ത് ദീസ്
PC figures in action എന്ന് പറഞ്ഞ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. കൊള്ളാം. ഈ ഐറ്റം കൂടെ ഉണ്ട്. ബാക്ക് ടു സ്കൂൾ അൺബോക്സിങ്ങിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം ബാഗാണ് ഗൈസ്. സൈഡിൽ നിന്നൊക്കെ കാണും ബ്ലൂ കളറൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ revealing my new bag, guys. This is my bag. It's new bag, brand new bag. പോലീസ് ക്ലബ് എന്നാണ് വാങ്ങിച്ചത്. വളരെ വിലക്കുറവിലാണ് അവിടെ കിട്ടുന്നത്. ബാക്കി എല്ലായിടത്തും ഭയങ്കര വിലയാണ്. ഗൈസ് 1000 above ആണ് ഉള്ളത്. മുമ്പത്തെ പ്രാവശ്യം വാങ്ങിച്ചതിന് ഞാൻ 700 സംതിങ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഇതിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് 800 സംതിങ് ആണ്. ഞാൻ ടാഗ് ഊരി അവിടെ വെച്ചിട്ടുണ്ട്. 800 സംതിങ് ആണ് ഗൈസ്. ഈ അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ബാഗിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് മെൽഫെയറിൻ്റെ അടിപൊളി ഒരു ബ്ലൂ പിങ്ക് തീമിലുള്ള അടിപൊളി ബാഗാണ്. പിന്നെ ഈ കീ ചെയിനൊക്കെ ഓൾറെഡി ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കീ ചെയിൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ബാഗ് വാങ്ങുന്നത്. അപ്പോൾ അത് മാച്ച് ആവുമെന്നൊരു ഡൗട്ടുണ്ട്. ബട്ട് വാങ്ങിച്ചത് ഇതിനോട് നല്ല മാച്ച് ആവുന്നതാണ് ഗൈസ്. ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ടൂർ പോയായിരുന്നു. കുറച്ച് കൂർഗ്, വയനാട്, കണ്ണൂർ ഒക്കെ ടൂർ പോയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് വാങ്ങിച്ചതാണ് ഗൈസ്. പെറ്റ് സ്റ്റേഷനിൽ കയറി വാങ്ങിച്ചതാണ്. പോയിട്ട് വരുന്ന വഴിക്ക്. ഓക്കെ, അറിയാലോ ഞാൻ കാസർഗോഡാണ് ഗൈസ്. അടിപൊളി ചെയിൻ ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചായിരുന്നു കുറേ സാധനങ്ങൾ. ഞാൻ കാണിക്കാൻ വേണ്ടി എല്ലാം എടുത്ത് പുറത്തിട്ടതാണ്. അപ്പോൾ ഞാൻ ബാഗിനകത്ത് സാധനങ്ങൾ വെക്കുന്നത് നിങ്ങളെ കാണിക്കാം ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ സ്വന്തം കുപ്പിയാണ് ഗൈസ്. ഇതും ലാവൻഡർ കളറാണ് ഗൈസ്. ലാവൻഡർ കളർ. അപ്പം ഞാൻ ഇത് ആലപ്പുഴയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഗൈസ്. ഈ കുപ്പി നല്ല ക്യൂട്ടാണ് ഗൈസ്. ഇതിൻ്റെ ഒക്കെ ഒരു ചെറിയ കുപ്പിയും കൂടെ കിട്ടിയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കുപ്പിയും കൂടെ ഉണ്ടായിരുന്നു. അത് വേണ്ടല്ലോ, നമുക്ക് സ്കൂളിൽ കുടിക്കാൻ വേണ്ടി ഇതല്ലേ വേണ്ടത്. അപ്പം ഇതാണ് എൻ്റെ കുപ്പി. അപ്പം ഗായ്സ് നമ്മളെ ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി സ്കൂളിൽ കൂടെ പോയാൽ മതി. അല്ല ഗൈസ്, കുറച്ച് ബുക്സൊക്കെ കുറച്ചും കൂടെ ബാൻഡ് ചെയ്യാനുണ്ട്. പിന്നെ ആദ്യം തന്നെ എന്തിനാണ് ഇത്ര ബുക്ക് മേടിച്ചുകൊണ്ട് പോകുന്നത്? ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഇത്ര സാധനങ്ങളൊക്കെ വെച്ചതാണ്. അപ്പോൾ കുറച്ചുകൂടി സെറ്റാക്കാനൊക്കെ ഉണ്ട്. ആ ടിഫിൻ ഇതുവരെ വാങ്ങിച്ചതല്ലേ ഉള്ളൂ, അതൊന്ന് കഴുകണ്ടി. അതൊക്കെ സെറ്റാക്കാനുണ്ട്. കുറേ സംഭവങ്ങളത് സെറ്റാക്കാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുട റിവീൽ ചെയ്യാനുള്ള ടൈമാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ കുട റിവീൽ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ഗായ്സ്. റിവീലല്ല, സോറി, കുട തുറന്ന് കാണിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും ടൈമായി ഗായ്സ്. അപ്പോൾ ഫൈനലി നമ്മൾ കുടം കൂടെ റിവീൽ ചെയ്തേക്കാം അല്ലേ? ലെറ്റ്സ് ഗോ ഗായ്സ്. ഇതാണ് എൻ്റെ പുതിയ കുട ഗായ്സ്. അടിപൊളിയല്ലേ ഗൈസ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി ഫ്ലോറൽ പ്രിൻ്റുള്ള എലിഗൻ്റ് ആയിട്ടുള്ള കുട. ഇങ്ങനത്തെ പ്രിൻ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഉള്ളതെല്ലാം ചെയ്തോളൂ. അപ്പോൾ പിന്നെ കാണാം. പീസ് ഔട്ട്.